ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിരിയും അത്ഭുതവും ഒരുമിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സർക്കസ്. ഒരു കാലത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൂടാരമുയർന്നാൽ മുഴുവൻ നാടും ഉണരുന്നൊരു വിനോദമായിരുന്നു സർക്കസ്. തുടക്കം 19-ാം നൂറ്റാണ്ട്. ഇന്ത്യയിൽ സർക്കസ് എന്ന കല വന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നെത്തിയ കുതിരാഭ്യാസങ്ങളും ശരീരാഭ്യാസങ്ങളും ഇന്ത്യൻ യുവാക്കളെ ആകർഷിച്ചു. എന്നാൽ ഈ കല ഇന്ത്യയിൽ സ്വന്തമായ രൂപം കൈവരിച്ചത് കേരളത്തിലെ തലശ്ശേരിയിലൂടെയാണ്. തലശ്ശേരി ഇന്ത്യൻ സർക്കസിന്റെ ജന്മഭൂമി. തലശ്ശേരിയിലെ കളരി പരിശീലനവും ശാരീരിക അഭ്യാസ പാരമ്പര്യവും സർക്കസിന് അടിത്തറയായി. ഹീലി കുടുംബം കുഞ്ഞിക്കണ്ണൻ എന്ന മഹാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ സർക്കസ് സ്ഥാപിച്ചത്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം പഠിപ്പിച്ചത് അഭ്യാസം വെറും വിനോദമല്ല, ജീവിതശൈലിയാണെന്ന ബോധമായിരുന്നു. ഇന്ത്യൻ സർക്കസ് ആർട്ടിസ്റ്റുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് ആരംഭിക്കും. പ്രഭാത ഭക്ഷണത്തിന് മുൻപ് കയറുകയറ്റം, ട്രാപ്പീസ്, ശരീരതുലനം, വായുവിൽ പറക്കുന്ന അഭ്യാസങ്ങൾ എന്നിങ്ങനെ. വേദനയും വീഴ്ചയുമൊക്കെ സാധാരണമായിരുന്നു. പക്ഷെ അതിനപ്പുറം ആത്മവിശ്വാസവും അച്ചടക്കവുമാണ് സർക്കസ് പഠിപ്പിച്ചത്. ഇന്ത്യൻ സർക്കസിൽ വിനോദവും സാഹസവും ഒരുമിച്ചുണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആകർഷണം. ഒരു കാലത്ത് ആനകളും കടുവകളും സർക്കസിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കാലക്രമേണ മൃഗാവകാശ ബോധം ഉയർന്നതോടെ ഇന്ത്യയിൽ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള സർക്കസ് നിരോധിക്കപ്പെട്ടു. അത് സർക്കസിന് വലിയ തിരിച്ചടിയായി. പക്ഷേ അതോടെ മനുഷ്യ കഴിവുകൾ കൂടുതലായി മുൻനിരയിലെത്തി. 1960 മുതൽ 1990 വരെ ഇന്ത്യൻ സർക്കസിന്റെ സുവർണ കാലമായിരുന്നു. ഗ്രേറ്റ് ബോംബെ സർക്കസ്, ജംബോ സർക്കസ്, ജെമിനി സർക്കസ്, അതുപോലെ തന്നെ റാംബോ സർക്കസ്, ഇതുപോലുള്ള വമ്പൻ സംഘങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ട്രക്കുകളും കൂടാരങ്ങളും ഒരിടത്തെത്തുമ്പോൾ അത് ഗ്രാമവാസികൾക്ക് ഉത്സവമായിരുന്നു. ടെലിവിഷനും സിനിമയും പിന്നെ മൊബൈലും സർക്കസിന്റെ പ്രേക്ഷകരെ വലിയ തോതിൽ കുറച്ചു തുടങ്ങി. നീണ്ട യാത്രകളും അപകട സാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സർക്കസ് ലോകത്തെ തളർത്തി. അതോടുകൂടെ പല കലാകാരന്മാരും ഈ രംഗം വിട്ടുപോയി. എന്നാൽ ഇന്നും ചില സർക്കസുകൾ ജീവിതം നിലനിർത്താനായി പോരാടിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഈ കല പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു. ഇന്ത്യൻ സർക്കസ് ഒരു വിനോദം മാത്രമല്ല, അത് അധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അതുപോലെ തന്നെ ധൈര്യത്തിന്റെയും ഒരു ജീവിത പാഠമാണ്. ഇന്ന് കൂടാരങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ ആകാശത്ത് പറന്ന ആ മനുഷ്യർ ഇന്ത്യൻ കലയുടെ ചരിത്രത്തിൽ എന്നും ഉയരത്തിലാണ്. ഇത് ഇന്ത്യൻ സർക്കസിന്റെ കഥ, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ മാഞ്ഞുപോയൊരു വിസ്മയം.